പെൺകുട്ടിയുടേത് രാജയോഗം പറഞ്ഞിട്ടുള്ള ജാതകമാണ്. തൃച്ചംബരത്തെ മരുമകളാകാൻ ഇവളാണ് ഏറ്റവും യോഗ്യയായ പെൺകുട്ടി. നീ എന്താ എങ്ങനെ അസ്തമിച്ചതുപോലെയാണല്ലോ ഇരിപ്പ്? അതെ, അറിയാതെയാണെങ്കിലും കൃഷ്ണേട്ടന്റെ വായിൽ നിന്നിപ്പോ വീണില്ലേ, അതിന്റെ ഭയമാ ഉള്ളിൽ. അറിയാലോ, തൃച്ചംബരത്തിന്റെ അന്തസ് ഊതിച്ചുയർന്ന് അതിന്റെ ഉച്ചസ്ഥായില്ല ഇപ്പോ. പക്ഷേ നിമിത്തങ്ങൾ ചിലത് പിഴയ്ക്കുന്നു എന്നൊരു സംശയം. അതാ ഇപ്പോ ആനന്ദിന്റെ ഫോട്ടോ മാറി വന്നതും നാട് മുഴുവൻ അപകീർത്തി പരക്കുന്നതും. ഏയ്, എന്താകില്ലേ നീ ഇങ്ങനെ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നത്? ഇപ്പൊ എന്ത് സംഭവിച്ചോ അതൊന്നും ആരും മനഃപൂർവ്വം ചെയ്തതല്ലോ. എങ്ങനെയോ സംഭവിച്ചു പോയതല്ലേ? അതെ, എങ്ങനെയോ സംഭവിച്ചു പോയി. പക്ഷെ എങ്ങനെ? ഫോട്ടോ മാറിപ്പോകുന്നത് പോലെ ഒരു ഗുരുതരമായ മിസ്റ്റേക്ക് സ്വയം സംഭവിക്കില്ലല്ലോ. ആരെങ്കിലും അങ്ങനെ ചെയ്താലേ അത് നടക്കൂ. അപ്പോ അതാരും എന്തിനു ചെയ്തു, എന്തു നേടാൻ? അതിന്റെ ഉത്തരം വേണം കൃഷ്ണേട്ടൻ തരാൻ. ഞാനോ? വാട്ട് യു മീൻ? ഞാനും നിന്നെ പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. നീ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനും ഭൂതഭാവി വർത്തമാനങ്ങളെ കുറിച്ച് പ്രവചിക്കാനും കഴിയുന്ന ത്രികാലജ്ഞാനിയൊന്നുമല്ല ഞാൻ. കറക്റ്റ്. ഞാനും കൃഷ്ണേട്ടനും ത്രികാലജ്ഞാനികളൊന്നും അല്ല. പക്ഷെ ആ കഴിവുള്ള ഒരു മനുഷ്യാത്മാവ് തൃച്ചംബരത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇളയച്ചൻ. അദ്ദേഹം ഇന്ന് ഈ നിമിഷം ഇവിടെ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. നല്ല ആഗ്രഹം. പക്ഷേ ആ വീട്, അതെ, ആ വീടിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറയാം. എത്രയും പെട്ടെന്നൊരു ഹോമം നടത്തി ശ്രീചക്രം സ്ഥാപിച്ചൊരു പൂജയും ചെയ്ത് വേണം ആ വീട്ടിൽ കയറാൻ. കൃഷ്ണേട്ടന്റെ പക്ഷേ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇളയച്ചൻ അന്ന് പറഞ്ഞത് നമ്മൾ അനുസരിച്ചിട്ടില്ല. അത് ഇനിയും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. എന്താ, നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ തീർന്നു കിട്ടാൻ നമുക്ക് ഈ വീട്ടിൽ ഒരു ശ്രീചക്രം സ്ഥാപിച്ചാലോ? കൃഷ്ണേട്ടൻ എന്തു പറയുന്നു? ഭൂതഭൂതഭൂതേശ്വരായ യോഗയോഗയോഗേശ്വരായ കാലകാലകാലേശ്വരായ ശിവശിവ സർവേശ്വരായ ശംഭോ മഹാദേവായ. ഈശ്വര,
അഖില, ഇളയച്ചൻ, ഇളയച്ച, ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും ആളെത്തി. 35 വർഷങ്ങൾക്ക് ശേഷം ഈ മുറ്റത്ത് സത്യപ്രമാണ വ്രതം നടന്നുവെന്ന് ഞാൻ അറിഞ്ഞു. ഒപ്പം നാഗങ്ങളുടെ സാന്നിധ്യവും. അതാ ഒന്ന് വന്നിട്ട് പോകാമെന്ന് കരുതിയത്. വരവേറ്റത് പക്ഷേ അഗ്നിയാണ്. ഉടൻ തിരികെ പോകണമെന്നാണ് തോന്നിയത്. തോന്നിയാൽ ചെയ്യലാണ് എന്നും ശീലം. പക്ഷേ പോകും മുൻപ് തോന്നിയത് പറയാതെ പോകാനുള്ളൊരു ബുദ്ധിമുട്ട്. അതിനു മുൻപ് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇവിടെ ഇതുവരെ നിങ്ങൾ ശ്രീചക്രം സ്ഥാപിച്ചില്ലല്ലേ? മറന്നിട്ടല്ല ഇളയച്ച, ഓരോരോ തടസ്സങ്ങൾ വന്ന് പൂർത്തിയാക്കാനായില്ല. അതുകൊണ്ട് തടസ്സങ്ങൾ ഈ മണ്ണിൽ കാൽ ചവിട്ടുമ്പോൾ തന്നെ അതറിയാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, മറ്റ് ചില തിരിച്ചറിവുകളും. ഇന്ന് തൃച്ചംബരത്ത് പതിക്കുന്ന സൂര്യവെളിച്ചത്തിൽ നാളെ കരിഞ്ഞിൽ വീഴാൻ സാധ്യത കാണുന്നു ഞാൻ. കാതുകൂർപ്പിച്ചാൽ കേൾക്കുന്നതൊരു മരണത്തിന്റെ കാലൊച്ചയും. ഉറപ്പിക്കാം, തൃച്ചംബരത്തൊരു അപമൃത്യു സംഭവിക്കാൻ പോവുകയാണ്. അപമൃത്യോ? എളയച്ചൻ എന്താ ഈ പറയുന്നത്? നടക്കാൻ പോകുന്ന സത്യം. പക്ഷേ അതാർക്ക് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല എനിക്ക്. അഥവാ അത് പറയാൻ പാടില്ലെന്ന് കൂട്ടിക്കോളൂ. പക്ഷേ ഈ വീടുമായി സഹകരിക്കുന്ന ആർക്കുമാകാം അത് സംഭവിക്കുന്നത്. അത് രക്തബന്ധമാകാം, അല്ലാതെയാകാം, കന്യകയോ കാരണവരോ ആകാം. ഏതായാലും മരണസാന്നിധ്യം ഉറപ്പാണ്. പ്രത്യക്ഷ ലോക നിർമ്മിതമായ പഞ്ചഭൂതങ്ങളിൽ ഒന്നുകൊണ്ടാകും മരണം സംഭവിക്കുക. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. അഗ്നി തന്റെ സാന്നിധ്യം നിർവഹിച്ചു കഴിഞ്ഞു. അതിന്റെ തെളിവാണ് അവിടെ കത്തിയമർന്നതും കത്താതെ ബാക്കി വന്നതുമായ ഈ പത്രികകൾ. ഇനി അവശേഷിക്കുന്നത് 4 എണ്ണമാണ്: ഭൂമി, ജലം, വായു, ആകാശം. അതിൽ ശീത സ്വഭാവമുള്ള ജലത്ത് വേണം കൂടുതൽ സൂക്ഷിക്കാൻ. എന്തെങ്കിലും പ്രതിവിധി? ശംഭോ മഹാദേവ, മരണത്തിന് പ്രതിവിധിയില്ല. എങ്കിലും പ്രാർത്ഥനയുടെ പരമകോടിയിൽ മരണവും മാറിപ്പോയ ചരിത്രമുണ്ട്. മാർക്കണ്ഡേയന്റെ കഥ പറയാതെ അറിയാമല്ലോ അല്ലേ? അതുകൊണ്ട് പ്രാർത്ഥിക്കുക, സ്വയം സൂക്ഷിക്കുക, സ്വയം ഈശ്വരനിൽ സമർപ്പിക്കുക. ഇത്രയൊക്കെ മാത്രമേ ഇനി കരണീയമായിട്ടുള്ളൂ. ഇളയച്ചനകത്തേക്ക് കയറുന്നില്ലേ? ഏതോ ഒരു മൃതശരീരത്തെ വരവേൽക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ ഹാളിലേക്കോ? വേണ്ട, മടങ്ങലാണ് അഭികാമ്യം. ഏതിനും ഓരോരുത്തരും കരുതിയിരിക്കുക. മരണം കയ്യെത്തും ദൂരെയാണ്. കന്യകയുണ്ടെങ്കിൽ അവളുടെ മേൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം.
ഞാനിറങ്ങുന്നു. ശംഭോ മഹാദേവ. ഉറപ്പിക്കാം, തൃച്ചംബരത്തൊരു അപമൃത്യു സംഭവിക്കാൻ പോവുകയാണ്. കന്യകയുണ്ടെങ്കിൽ അവളുടെ മേൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ചേച്ചി കരയല്ലേ ചേച്ചി? ഈ കല്യാണ ലെറ്ററില് മല്ലുവിന്റെ ഫോട്ടോ എങ്ങനെയാ വന്നെന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല. നീങ്കുട്ട ആരെന്നെ സംശയിച്ചാലും കുഴപ്പമില്ലായിരുന്നു. അച്ഛൻ എന്നെ സംശയിക്കുമ്പോഴാ സഹിക്കാൻ പറ്റാത്തത്. അത് പിന്നെ ചേച്ചി, തെറ്റുകാരൻ ഞാനാ. ഞാൻ കാരണോ ഇങ്ങനെ സംഭവിച്ചേ? നീ കാരണോ? എന്തൊക്കെയാ നീ പറയണേ? സത്യ ചേച്ചി, വല്ലുവിന്റെ ഫോട്ടോ ആ കവറിൽ വെച്ചത് ഞാനാ. കവറിൽ ഫോട്ടോ വെച്ചത് നീയാണെന്നോ? എങ്ങനെ? ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നപ്പോ ഈ ടീപ്പോയുടെ മുകളിൽ വല്ലുവിന്റെ ഫോട്ടോ കിടക്കുന്ന കണ്ടു. ചേച്ചി അറിയാതെ വെച്ചിട്ട് പോയതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതെടുത്ത് നോക്കിയപ്പോഴാ അച്ഛൻ വന്നത്. ഞാൻ ആകെ ടെൻഷനിലായി പോയി. കല്യാണി, അച്ഛൻ. കല്യാണി, അച്ഛൻ കാണാതിരിക്കാൻ ഞാൻ വല്ലുവിന്റെ ഫോട്ടോ ഇട്ട് വെച്ചിരുന്ന കവറിലായിരുന്നു ചേച്ചി പിന്നീട് ചേച്ചിയുടെ ഫോട്ടോ ഇട്ട് മേഡത്തിനും കൊണ്ട് കൊടുത്തത്. പക്ഷേ മാഡം ആ ഫോട്ടോ കവറിനടുത്ത് നോക്കിയിട്ട് വെച്ചതാണല്ലോ. അപ്പൊ അതില് വല്യുവിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ മാഡം കാണുമായിരുന്നു. അതിനുശേഷം എന്റെ അയാളുടെ ഫോട്ടോ ഒരുമിച്ച് കവറിലിട്ടാ കൊണ്ടുപോയത്. ആ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആ കവറിലെ 3 ഫോട്ടോ കാണുമായിരുന്നു. പക്ഷേ ഇപ്പോഴും മനസ്സിലാവാത്ത ചേച്ചിയുടെ വല്യുവിന്റെ ഫോട്ടോ ആ ലെറ്ററിൽ കൃത്യമായി എങ്ങനെ പ്രിന്റ് ചെയ്ത് വന്നൂന്നാ. അത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. എവിടെയോ എന്തോ തെറ്റ് നടന്നിട്ടുണ്ടെന്ന് തീർച്ചയാ. ഈ തെറ്റ് നല്ലതിനാ ചേച്ചി. ചേച്ചിയുടെ കല്യാണ കാര്യത്തിൽ അഖില മേഡത്തിന് പറ്റിയൊരു തെറ്റ് മുകളിലിരിക്കുന്ന ആള് തിരുത്തിയതാ. അല്ലെങ്കിൽ തന്നെ ഈ ഫോട്ടോ മാറിയതിൽ ചേച്ചിയുടെ കയ്യിൽ ഒരു മിസ്റ്റേക്കും ഇല്ല.
ആ മിസ്റ്റേക്ക് എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചതാ. ഞാൻ വേണമെങ്കിൽ എല്ലാ അച്ഛനോട് നേരിട്ട് പറഞ്ഞോളാം. അയ്യോ വേണ്ട അനിയൻകുട്ട, അച്ഛന്റെ മുന്നില് ഞാൻ തന്നെ തെറ്റുകാരിയായിട്ടിരുന്നോട്ടെ. ഇനി നീയായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഒന്നാലോചിച്ച അതാ ചേച്ചി നല്ലത്. അല്ലെങ്കിൽ പിന്നെ വല്യുങ്ങിന്റെ ഫോട്ടോ എങ്ങനെ കിട്ടിയെന്നായിരിക്കും അച്ഛന്റെ അടുത്ത ചോദ്യം. അതുപോലെ ഈ ലെറ്ററും ചേച്ചി സൂക്ഷിച്ചു വേണം വയ്ക്കാൻ. അല്ലെങ്കിൽ നാളെ ഈ വീട്ടിൽ അടുത്തൊരു കൊല വീണ് നടക്കും. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ കയറുന്നില്ലേ? ഇല്ല, ഓഫീസ് ടൈമാണ്. എന്താ പ്രിയേ, ദേവിയെ തൊഴുതിറങ്ങിയിട്ട് മുഖത്തൊരു പ്രസാദമില്ലല്ലോ. എന്ത് പറ്റി നിനക്ക്? ശരിയാണ്, സമാധാനമെല്ലാം നഷ്ടപ്പെട്ടു. ഇനി കൊടും കുരുതിയിലൂടെ നഷ്ടപ്പെട്ട സമാധാനം തിരികെ കിട്ടൂ. കുരുതിയോ? അതെ, ഒഴിഞ്ഞ കോഴിയെ വെച്ച് വെറുമൊരു നേർച്ചക്കുരുതിയല്ല, മനുഷ്യക്കുരുതി. അത് നടക്കണം. അതിന് ചേട്ടനോട് ഞാൻ അത്യാവശ്യമായി കാണണം വരാൻ പറഞ്ഞത്. നീ വല്ലാത്ത മനസ്സംഘർഷത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അമ്പലനടയിൽ വെച്ച് മനുഷ്യരെ കൊല്ലുന്ന കാര്യമൊന്നും പറയില്ല. പറയ്, ഇപ്പോഴെന്താ നിനക്ക് പറ്റിയത്? എന്താ നിന്റെ പ്രശ്നം? ഓ, അപ്പൊ തൃച്ചംബരത്തെ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ല അല്ലേ? കല്യാണിയുടെ കല്യാണ ക്ഷണക്കത്തിൽ വരന്റെ സ്ഥാനത്ത് ആനന്ദ് കൃഷ്ണനാ. മീഡിയ മുഴുവനും അത് ആഘോഷിക്കുക. ഓ, അതാണോ കാര്യം? അത് വെറും അച്ചടിപ്പിച്ചതല്ലേ? വൈ ഡു യു ബോദർ? അച്ചടിപ്പിശകോ? നോ, അതിനെ പിശകെന്നോ അബദ്ധമെന്നോ ഏത് പേരിട്ട് വിളിച്ചാലും സഹിക്കാനാവില്ല എനിക്ക്. തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണൻ നാഗമഠത്തെ പ്രിയങ്ക വർമ്മയ്ക്കുള്ളതാ. അവനെ എനിക്ക് വേണം. ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. ഓ മൈ ഗോഡ്. എന്റെ പ്രിയെ, പൊട്ടിയ കണ്ണാടിയിൽ നോക്കി സൗന്ദര്യം ആസ്വദിക്കുന്ന രീതിയാണ് നിന്റേത്. ആനന്ദിന് സ്വന്തമാക്കണമെന്നത് വളർത്താനല്ല തളർത്താനാണെന്നും എനിക്കറിയാം. പിന്നെ എന്തിനാ ഇങ്ങനെ സെന്റിമെന്റ്സ് കാണിക്കുന്നത്? കറക്റ്റ്, തളർത്താൻ തന്നെയാ. ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ തളർത്തി കിടത്തണം. പക്ഷേ അതിനു മുമ്പ് പോലും ഒരു നിമിഷം ആനന്ദിന്റെ അരികിൽ മറ്റൊരു പെണ്ണിരിക്കാൻ അനുവദിക്കില്ല ഞാൻ. അതൊരു വെറും ഫോട്ടോ ആണെങ്കിൽ പോലും. അതൊരു പെണ്ണിന്റെ സ്വാർത്ഥതയാണെന്ന് കൂട്ടിക്കോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഉടൻ ഒരു കുരുതി നടക്കണം. ആ അടുക്കളക്കാരി കല്യാണിയുടെ ചോരയിൽ കൈ നനച്ചാലേ ഈ പ്രിയങ്കയുടെ മനസ്സിന് സമാധാനം കിട്ടൂ. പ്രിയ, പ്ലീസ് റിലാക്സ്. ദേ, തൃച്ചംബരത്തിന്റെ സർവനാശമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് ഊർജം പകരാനാണ് എൻ്റെ ഈ സെക്രട്ടറി വേഷമെന്ന് നിനക്കറിയാം. സോ ജസ്റ്റ് ലിസൺ ടു മീ. നീ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. തൃച്ചംബരത്തോടൊപ്പം കത്തി അമരേണ്ടത് തന്നെയാണ് ആ ജോലിക്കാരി കല്യാണിയും. പക്ഷേ ഇപ്പോൾ എടുത്തുചാടി പ്രവർത്തിച്ച് ഒരു പിശക് കൂടി സംഭവിച്ചാൽ പിന്നെ സർവനാശം സംഭവിക്കുന്നത് തൃച്ചംബരത്തായിരിക്കില്ല, നിനക്കും എനിക്കുമായിരിക്കും. ദേ നോക്ക്, നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ ആ അടുക്കളക്കാരി കല്യാണി എന്ന പാഴ്ചെടി അല്ല, തൃച്ചംബരം എന്ന മഹാവൃക്ഷമാണ്. ഇപ്പോൾ കല്യാണിയെ ഉപദ്രവിച്ചാൽ കാര്യങ്ങൾ സങ്കീർണമാവുകയുള്ളൂ. ചെറിയ ഒരു അബദ്ധം കൊണ്ട് പോലീസും കേസും ആവും. പിന്നെ തൃച്ചംബരത്തുകാരോടുള്ള പക പോക്കറ്റിലിട്ട് ജയിലിൽ കിടക്കേണ്ടി വരും നിനക്ക്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അല്പം കൂടി ക്ഷമിക്കണമെന്നാണ്. പക്ഷെ ശ്രീയേട്ടൻ, ഞാൻ പറയുന്നത്... ഒന്നും പറയണ്ട. നീ ആഗ്രഹിച്ച കുരുതി നമുക്ക് നടത്താം. പക്ഷേ അത് നാളെയല്ല,
4-5 നാളേകൾ കഴിഞ്ഞുള്ള മറ്റൊരു നാളെ മതി. ഇപ്പൊ വേണമെങ്കിൽ നീ ഒരു രസീത് എഴുതിപ്പിച്ചോ. കുരുതിപ്പൂജയ്ക്ക് അല്പം കൂടി സമയം വേണം നമുക്ക്. എന്താ അത് പറ്റില്ലേ? നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്.